നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പതിവ് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമുക്ക് വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് എ തീഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ആൻസർ. അതായത് വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫിൽ തുടങ്ങി പിന്നീട് ഓഫിന് ശേഷം പ്ലൂറൽ വരുന്നു എങ്കിൽ നമ്മൾ ഇവിടെ ഈ ഭാഗത്തെയല്ല ആശ്രയിക്കേണ്ടത്, പിന്നെ ഇവിടെ ഈ ഓഫിന് മുമ്പ് വന്നിരിക്കുന്ന ഭാഗത്തെയാണ് ആശ്രയിക്കേണ്ടത്. ഇവിടെ വൺ എന്നാണ് വന്നിരിക്കുന്നത്. വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ സിംഗുലർ ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഇതൊക്കെയാ ഹാസും ഈസും. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ ഹാസ് വരുമോ ഈസ് വരുമോ എന്നതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമുക്ക് ഹാസ് വെച്ച് നോക്കാം. എങ്ങനെയായിരിക്കും ഹാസിന്റെ അർത്ഥം എന്താ? ഉണ്ട് എന്ന അർത്ഥമില്ല. അതായത് ഉടമസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഹി ഹാസ് എ കാർ എന്ന് പറയുമ്പോൾ അവനൊരു കാർ ഉണ്ടെന്നാവും. അപ്പൊ ഇവിടെ ഹാസ് ഉപയോഗിച്ചാൽ ശരിയാകുമോ? നമുക്ക് നോക്കാം. വൺ ഓഫ് ദ ബോയ്സ് ഹാസ് എ തീഫ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തോ? ആ ആൺകുട്ടികളിൽ ഒരാൾക്ക് കള്ളൻ ഉണ്ട് എന്നായി മാറും. അത് തെറ്റല്ലേ? അവിടെ ആശയം ശരിയാവുന്നില്ല. ഈസ് വെച്ച് നമുക്ക് നോക്കാം. ഈസിന്റെ അർത്ഥം എന്തോ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാ. അപ്പൊ നോക്കാം. വൺ ഓഫ് ദ ബോയ്സ് ഈസ് എ തീഫ് എന്ന അർത്ഥം എന്തോ? ആ ആൺകുട്ടികൾ ഒരാള് കള്ളനാണ്. അപ്പൊ അങ്ങനെ ആ അർത്ഥം ശരിയാവുന്നത് എപ്പോഴാണ്? ഈ ഈസ് വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തുവാ? ഈസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ആൻസറിലേക്ക് വരേണ്ടത്. ഇതുപോലെ രണ്ടും സിംഗിളർ ആയിട്ട് വരും. ഇത് നമുക്കറിയാം ഇവിടെ സിംഗിളറേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ രണ്ട് സിംഗിളർ ഉണ്ട്. അതിൽ ഏത് വരും? സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിരിക്കും. ഒന്ന് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന സഹായകങ്ങൾ, അതായത് ഹാസ്, ഹാവ്, ഹാഡ് വരിക. പിന്നെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാസ്, വെയർ, ഈസ്, ആം, ആർ ഒക്കെ വരാം. ഇതൊരു അവസ്ഥയാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? ഈസേ ഉപയോഗിക്കാവൂ. ഇനി ഉടമസ്ഥയെ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമായിരുന്നു? ഹാസ് ഉപയോഗിക്കാമായിരുന്നു. ഇവിടെ വൺ ഓഫ് ദ ബോയ്സ് ഈസ് എ തീഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹീസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചൈൽഡ്. റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ വിച്ച് ഉണ്ട്, ഹും ഉണ്ട്, വെൻ ഉണ്ട്, ഹൂ ഉണ്ട്. നമുക്കറിയാം വിച്ച് ഏതെങ്കിലും വസ്തുതയെ ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ തിങ്സിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിച്ച് ഉപയോഗിക്കുന്നത്. ഹുമ്മും ഹൂവും നമ്മൾ വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വെന്നോ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെന്ന് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഹീസ് ദ മാൻ, മാൻ എന്നാണ് പറയുന്നത്. മാൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തികളെ സൂചിപ്പിക്കുന്ന പറയണം. ഇവിടെ വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ ഹും ഉണ്ട്, ഹൂ ഉണ്ട്. ഇതിൽ ഏത് വരും? നോക്കുക. ഇവിടെ പറയുന്ന വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ഹൂ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ പറയുന്ന വ്യക്തി ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഹും ആയിരിക്കും വരിക. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാഷിന് ശേഷം ഒരു ടെൻസ് ഫോമുള്ള വെർബ് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ എന്തേ വരത്തുള്ളൂ? ഹൂവേ വരത്തുള്ളൂ. എന്നാൽ ഈ ഡാഷ് ശേഷം ഒരു സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ, ഒരു വ്യക്തി നൗൺ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കും? ഹും ആയിരിക്കും വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ സേവ്ഡ് എന്ന് പറയുന്ന വെർബാ വന്നിരിക്കുന്നു. അങ്ങനെ വെർബ് വന്ന സ്ഥിതിക്ക് നമ്മളവിടെ എന്ത് എഴുതാവും? ഹൂവേ എഴുതാവും. ഹൂ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹീസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചൈൽഡ്. അങ്ങനെ എളുപ്പവഴി പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹീസ് ദ മാൻ എന്ന് വെച്ചാൽ അയാളാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സേവ്ഡ്, രക്ഷിച്ചത് ആ കുട്ടിയുടെ. അപ്പൊ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വെർബാണ്. വെർബ് ചെയ്യുന്ന ആളിനെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. അപ്പം ഇവിടെ സബ്ജക്റ്റ് രൂപത്തിൽ വന്നിരിക്കുന്നത് ഹൂവ, ഇത് ഒബ്ജക്റ്റ് രൂപ ഹും. അപ്പൊ നമുക്ക് ഹൂ ആയിരിക്കും ആൻസറായി വരിക. അപ്പൊ ഹീസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചൈൽഡ് എന്ന് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ചൈൽഡ് ഡാഷ് ഫോർ 2 hours. ഇത് 2 മണിക്കൂർ ആയിട്ട് ആ കുട്ടി ഉറങ്ങുകയാണെന്ന് ഉദ്ദേശിക്കുന്നു. ഇവിടെ 4 വന്നു. സിൻസ് അല്ലെങ്കിൽ 4 വരുമ്പോൾ നമ്മൾ എന്തിനായിരിക്കണം കൂടുതലും ചിന്തിക്കേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടാവോ നോക്കുമ്പോൾ ഉണ്ട്. ഏതാ? ഹാസ് ബീൻ സ്ലീപ്പിങ്ങും ഹാവ് ബീൻ സ്ലീപ്പിംഗ്. ഇത് രണ്ടും ഒരേ ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് ഹാസ് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഹാവ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ നമ്മൾ ഹാസ് എഴുതും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് എഴുതും. ഇവിടെ നോക്കുക. ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാസ് ബീൻ സ്ലീപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാം. ഇതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത്
ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മൈ അങ്കിൾ ഡാഷ് ടു ലണ്ടൻ 10 years ago. ഒരു ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാസ് ഗോൺ വരുമോ, വെന്റ് വരുമോ, ഹാഡ് ഗോൺ വരുമോ, വാസ് ഗോൺ വരുമോ? ഇത് എന്തിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ച. ഇവിടുത്തെ ടൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എഗോയാണ്. എഗോ എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമ്പിൾ പാസ്റ്റിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസുകളാണ് വരേണ്ടത്. നോക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വെന്റും വാസ് ഗോണുമാണ്. വെന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും, പിന്നെ ഈ വാസ് ഗോൺ എന്ന് പറയുന്നത് പാസീവ് വോയിസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ അങ്കിൾ പോയെന്ന ലണ്ടനിലേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അങ്കിൾ പോയി എന്ന് പറയുമ്പോൾ ഈ അങ്കിൾ ഇവിടുത്തെ എന്താണ്? സബ്ജക്റ്റാണ്. കാരണം പോവുക എന്ന് പറയുന്ന പ്രവൃത്തി ആരാ ചെയ്തത്? അങ്കിളാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മൈ അങ്കിൾ എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റാണ്. ദാറ്റ് മീൻസ് ഈ സെന്റൻസ് സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സെന്റൻസ് എങ്ങനെയുള്ള വോയിസ് ആയിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആക്റ്റീവ് വോയിസ് ഉള്ള ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. അതേതാ? ഈ വെന്റ് ആണ്. എന്താണ്? വെന്റ്. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും മൈ അങ്കിൾ വെന്റ് ടു ലണ്ടൻ 10 years ago എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതാണ്? വെന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സലീം ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. സലീം സത്യസന്ധനായ വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആൻ വരുമോ, എ വരുമോ, ദാ വരുമോ, ദാറ്റ് വരുമോ? നമ്മളിത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഇവിടെ ദാറ്റ് വരത്തില്ല. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വരത്തില്ല. ഇനി എ വരുമോ, ദാ വരുമോ, ആൻ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സലീമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമായിരുന്നു? ദാ ഉപയോഗിക്കാമായിരുന്നു. നമ്മളിവിടെ സലീമിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുക. അങ്ങനെ ആകുമ്പോൾ ദാ ഇവിടെ ഉപയോഗിക്കത്തില്ല. ദാ നമ്മൾ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്? ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ ഒരു സ്ഥലത്തെയോ ഒന്നും കൂടെ പറയാൻ വേണ്ടി, അത് നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു വ്യക്തിയോ സ്ഥലത്തെയോ വസ്തുവിനെയൊക്കെ നമുക്ക് ഒന്നുകൂടെ പറയേണ്ടി വരികയാണെങ്കിൽ നമുക്കവിടെ ദാ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ആ ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് നമുക്ക് ദാ വേണ്ട. പിന്നെ നമുക്കുള്ളത് എ ആണോ ആനാന്നുള്ളത്. അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഹോണസ്റ്റ് അല്ലെങ്കിൽ ഓണസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആശ്രയിച്ച ഇവിടെ നമ്മൾ ഹോണസ്റ്റ് എന്നല്ല വായിക്കുന്നത്. പിന്നെ എങ്ങനെ വായിക്കുന്നത്? ഓണസ്റ്റ് എന്ന്. അങ്ങനെ ഈ എച്ച് സൈലന്റ് ആണ്. ഈ എച്ച് സൈലന്റ് സ്ഥിതിക്ക് പിന്നെ നമ്മൾ അടുത്തായി ഉച്ചരിക്കുന്നത് ഈ ഒ എന്നുള്ളതാണ്. ഒ എന്ന് പറയുന്ന ശബ്ദമാണ്. ഒ എന്ന് പറയുന്ന ശബ്ദം എന്തിന്റെ ശബ്ദമാണ്? വവൽ ശബ്ദമാണ്. അത് വവൽ സൗണ്ട് ആണ്. അങ്ങനെ വവൽ ശബ്ദമോ അല്ലെങ്കിൽ ലെറ്ററോ വരികയാണെങ്കിൽ നമ്മളോട് എന്തേ ഉപയോഗിക്കത്തുള്ളൂ? ആനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആയിരിക്കും ഈ ആൻ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള കറക്റ്റ് ആൻസർ. അപ്പൊ വരും സലീം ഈസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ എന്നാണ് വരിക. ഇനി അടുത്തത് ദ നൗൺ ഫോം ഓഫ് അറൈവ്. അറൈവ് എന്ന് പറയുന്ന വെർബിന്റെ നൗൺ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അറൈവ് മീൻസ് എന്താ? എത്തിച്ചേരുക എന്നർത്ഥം. അപ്പൊ അത് വെർബാണ്. അപ്പൊ എത്തിച്ചേരൽ എന്ന് വരണം. അതേതായിരിക്കും? അറൈവൽ. ഓക്കെ, ARRIVAL എന്നാണ് കേട്ടോ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ARRIVAL, അറൈവൽ. അപ്പൊ ദ നൗൺ ഫോം ഓഫ് അറൈവ് ഈസ് അറൈവൽ എന്ന് വരും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് എ ലവ്ലി പ്ലേസ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കല്ല, ഒരു എക്സ്ക്ലമേഷൻ മാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയൊക്കെ തുടങ്ങാം? ഒന്നുകിൽ ഹൗവിൽ തുടങ്ങാം, അല്ലെങ്കിൽ വാട്ടിൽ തുടങ്ങാം. ഹൗവിൽ തുടങ്ങുകയാണെങ്കിൽ അതിനുശേഷം ഒരു എന്താ അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആഡ്വർബോ വരണം. ഇവിടെ ഡാഷിന് ശേഷം എന്തോ വന്നിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ഹൗ വരത്തില്ല. അങ്ങനെ ഡാഷിന് ശേഷം ഒരു എയോ ആനോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ വരത്തുള്ളൂ? വാട്ടാണ് വരിക. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതുമ്പോൾ ഈ പറഞ്ഞ ഡാഷിന് ശേഷം എ അല്ലെങ്കിൽ എ ആൻ എന്ന രീതിയിൽ വരുന്നു എങ്കിൽ അവിടെ എന്തേ തീർച്ചയായിട്ടും വരത്തുള്ളൂ? വാട്ടേ വരത്തുള്ളൂ. എന്നാൽ ഈ ഡാഷിന് ശേഷം ഒരു അഡ്ജക്റ്റീവോ ആഡ്വർബോ ആയിരുന്നെങ്കിൽ അവിടെ ഹൗ വന്നേനെ. ഉദാഹരണത്തിന് ഹൗ ബ്യൂട്ടിഫുള്ളി യു സാങ് ദ സോങ് എന്ന് പറയുമ്പോൾ ആ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് അവിടുത്തെ ആഡ്വർബാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൗ ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ എ അല്ലെങ്കിൽ ആൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കാവൂ? വാട്ട് എ ഉപയോഗിക്കാം. ഇവിടെ എ വന്നതുകൊണ്ട് നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ വാട്ട് എ ലവ്ലി പ്ലേസ് എന്ന് വരും. അടുത്ത ചോദ്യം, ദ അഡ്ജക്റ്റീവ് ഓഫ് റിച്ചസ് ഈസ്. റിച്ചസ് എന്ന് പറയുന്ന വാക്കിന്റെ അഡ്ജക്റ്റീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ദ അഡ്ജക്റ്റീവ് നാമവിശേഷണം. നമ്മൾ നോക്കുക, നാമവിശേഷണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് ഒരു മാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നൗൺ ആണല്ലോ മാൻ. ആ മാനിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ റിച്ച്ലി മാൻ എന്നാണ് പറയുന്നത്, അതോ റിച്ചി മാൻ എന്നാണ് പറയുന്നത്, അതോ റിച്ച്നെസ് മാൻ എന്നാണ് പറയുന്നത്, റിച്ച് മാൻ എന്നാണ് പറയുന്നത്? നമ്മളെങ്ങനെ പറയത്തുള്ളൂ? റിച്ച് മാൻ എന്നേ പറയത്തുള്ളൂ, ധനികനായ വ്യക്തി. ദ മാൻ ഈസ് റിച്ച് എന്നേ പറയത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ആ മാനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണല്ലോ. ആ വിശേഷിപ്പിക്കാൻ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. നൗണിനെ വിശേഷിപ്പിക്കാൻ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇവിടെ മാച്ച് ചെയ്യുന്നത് റിച്ച് ആണ് നമ്മളിതിന് പറഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ റിച്ച് ആണ് ഇവിടുത്തെ എന്ത് അഡ്ജക്റ്റീവായിട്ട് വരിക. ഓക്കെ, അടുത്ത് നോക്കുക, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ്. എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ എക്സ്പ്ലെയിൻ ആണ്, EXPLAIN എക്സ്പ്ലെയിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ആഡ്വർബ് ഓഫ് ബ്രേവ്. ബ്രേവ് എന്ന് പറയുന്ന വാക്കിന്റെ ആഡ്വർബ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ബ്രേവ്? അഡ്ജക്റ്റീവ് ഫോം ആണ് ബ്രേവ്. ബ്രേവ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ഫോം. ബ്രേവ് മാൻ, ഹീസ് എ ബ്രേവ് മാൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ വിശേഷിപ്പിക്കുകയാണല്ലോ. അപ്പൊ ബ്രേവ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ചോദ്യം ആഡ്വർബ് ആണ്. അപ്പൊ എന്തായിരിക്കും? ബ്രേവ്ലി എന്നുള്ളതാണ്. അതാണ് ബ്രേവ്ലി, സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതിന്റെ നോൺ ഫോം ഏതെന്നായിരുന്നു ചോദിച്ചത്? നമുക്ക് എന്ത് പറയുന്നത്? ബ്രേവറി എന്ന് പറയുന്നത്. എന്താണ് ബ്രേവറി? ധീരത. അപ്പം ഇത് അഡ്ജക്റ്റീവ്, ഇത് നൗൺ ഫോം, ഇത് എന്താണ്? ആഡ്വർബ് ഫോം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ PSC പരീക്ഷകൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഇംഗ്ലീഷ്. ആ സമയത്താണ് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നതിനെ പറ്റി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്ത് ഇംഗ്ലീഷ് ഓൺലൈൻ കോച്ചിങ്ങിനെ പറ്റി ഇങ്ങനെ കേട്ടത്. ഞാൻ രഞ്ജിത്ത് സാറിനെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു 3 months ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 3 months കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്തു. അദ്ദേഹം ഗ്രാമർ സബ്ജക്റ്റുകളെല്ലാം അദ്ദേഹം ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും ബാക്കി വൊക്കാബുലറി പോലുള്ള സബ്ജക്റ്റുകൾ അദ്ദേഹം PDF രൂപത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയും SCRT-യുടെയും ടോപ്പിക്സ് വെച്ചിട്ട് അദ്ദേഹം വൊക്കാബുലറി നമുക്ക് PDF ആയിട്ട് അയച്ചു തരികയും ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറയുകയും അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ അദ്ദേഹത്തിനോട് മെസ്സേജ് ചെയ്യാൻ നമ്മളെ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. അതൊക്കെ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ ഒരു 3 മാസത്തെ ഇൻറ്ററാക്ഷനോടുകൂടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. എനിക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ഇംഗ്ലീഷ് കോച്ചിങ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.